ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പൗരത്വ ഭേദഗതി നിയമം അത് സുപ്രീം കോടതിയിൽ പരാജയപ്പെടുമോ? കേന്ദ്ര സർക്കാരിൻ്റെ മുഖത്തേക്ക് സുപ്രീം കോടതി ഈ നിയമം വലിച്ചെറിയുമോ? വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളെയും മാനിച്ച് സുപ്രീം കോടതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുമെന്ന് ഞങ്ങൾ പറയും. കാരണം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് എന്ന്. ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ രാജ്യത്തെ പൗരന്മാർ മാത്രമാണോ? അല്ല. നമ്മുടെ രാജ്യത്തേക്ക് പുറത്തു നിന്ന് വന്ന വിദേശിയടക്കം ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇതാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. രാജ്യത്തെ പൗരന്മാർ മാത്രമല്ല, പുറത്തു നിന്ന് വന്ന വിദേശിയടക്കം നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മുതൽ ഇങ്ങ് സാധാരണക്കാരൻ വരെ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയെ മാനിച്ച് സുപ്രീം കോടതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം പച്ചയായ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരും. ഭരണഘടനയെ മാനിച്ചു കഴിഞ്ഞാൽ ഭരണഘടന അനുച്ഛേദം 15 ആർട്ടിക്കിൾ 15 മതം, ജാതി, വംശം, ലിംഗം, ജനന സ്ഥലം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി വിവേചനം പാടില്ല. മതം, ജാതി, വംശം, ലിംഗം, ജനന സ്ഥലം എന്നിവ അടിസ്ഥാനപ്പെടുത്തി വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം എങ്ങനെ സുപ്രീം കോടതിക്ക് അംഗീകരിക്കാൻ സാധിക്കും? ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 15 പറയുന്നത് മനുഷ്യർ തുല്യരാണ്. മതമോ ജാതിയോ വംശമോ ലിംഗമോ ഉപയോഗിച്ച്, ജനനസ്ഥലമോ ഉപയോഗിച്ച് മനുഷ്യനെ വേർതിരിക്കാൻ ഇന്ത്യയിൽ പാടില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന പറയുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന് എന്ത് പ്രസക്തി? ചോദ്യങ്ങളൊന്നും അധികമില്ല. ഭരണഘടനയ്ക്ക് പച്ചയായ വിരുദ്ധമായിട്ടുള്ള മുസ്ലിങ്ങളെ വേട്ടയാടുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ ഒരു പൗരന് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളത് സാധാരണഗതിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള പച്ചയായ മനുഷ്യന് ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം വലിയ പരിശോധനക്കൊന്നും വിധേയമാക്കാതെ തന്നെ സുപ്രീം കോടതിയിൽ തള്ളപ്പെടുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ചിലപ്പോൾ മറിച്ച് സംഭവിച്ചേക്കാം. ഭരണഘടനയാണ് ഏറ്റവും ശക്തം. ആ ഭരണഘടന തന്നെയാണ് ഞങ്ങൾ സംരക്ഷിക്കുക. ആ ഭരണഘടന തകർക്കാൻ ആരെയും അനുവദിക്കുകയില്ല. ഭരണഘടനയാണ് വലുത്. ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്, അത് ഉണ്ടാക്കിയിട്ടുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ക്ഷേമത്തിന് വേണ്ടിയാണ്, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ആ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുന്ന നിയമം രാജ്യത്ത് നടപ്പിലാക്കിയാലോ അത് രാജ്യത്തെ ജനങ്ങളെ വേട്ടയാടാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വേട്ടയാടലിന് രാജ്യത്തെ പരമോന്നത നീതിപീഠം നിന്നുകൊടുക്കില്ല എന്ന പരിപൂർണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ഭരണഘടനയെ മാനിച്ച് പരിപൂർണ വിശ്വാസത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ ന്യായാധിപന്മാർ അവരൊരിക്കലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചെയ്യില്ല എന്ന വിശ്വാസം. അതാണ് ഞങ്ങൾ പറയുന്നത്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 15 ഭരണഘടനയുടെ മറ്റു അനുച്ഛേദങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഈ 14 15 തന്നെ മുന്നിലോട്ട് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് സുപ്രീം കോടതിയിൽ പരാജയപ്പെടുമെന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കോടതിയിൽ നിശ്ചയിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.